ഹലോ ഗെയ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അമ്മമ്മയുടെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്, അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ. ആരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അമ്മമ്മയുടെ പിറന്നാളാണ് കേട്ടോ ആ പരിപാടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീഷേട്ടൻ ഞങ്ങൾ ആക്കിയിട്ട് ഇങ്ങോട്ട് പോരുട്ടോ, പണിയുണ്ട് എന്ന് പറഞ്ഞിട്ടേ. അപ്പം അങ്ങനെ കാറിൽ വന്ന് ഇറങ്ങിയത് ഇതേ വലിയ വന്നിട്ട് കുട്ടീനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇടയ്ക്ക് ചെന്നപ്പോൾ ഇതേ എല്ലാവരും കാശീനെ കാത്തോട്ട് നിൽക്കുകയാണ് കേട്ടോ. ഉമ്മർത്ത് അവരെല്ലാവരും കിച്ചണിലാണ്, ഫുഡ് ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. പിന്നെ അതാ മാമ ടൗണിൽ പോയിട്ട് ഓരോന്ന് വാങ്ങിയിട്ട് വരികയാണ്. ഇവർ കുട്ടീനെ മാറി മാറി എടുക്കൽ കഴിഞ്ഞിട്ട് വേണ്ടേ ഒന്ന് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ഇവനാണെങ്കിൽ പെണ്ണുങ്ങളെ കാണുന്നേക്കാളും ആണുങ്ങളെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ നേരെ മാമയടുത്തേക്ക് പോയി. പിന്നെ ഞാൻ അങ്ങനെ കിച്ചണിക്ക് വന്നിട്ട് നോക്കുക കേട്ടോ, അമ്മയൊക്കെ എന്താ ചെയ്യണമെന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഓരോരുത്തർ മൊബൈൽ വാങ്ങിയിട്ട് ഓരോന്ന് പറയണൊക്കെ ഉണ്ടേ. പിന്നെ അത് അമ്മച്ചൻ അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികളൊക്കെ ഇതാ പുറത്തിരുന്നിട്ട് ഓരോരോ വർത്തമാനങ്ങൾ പറയും, കളിക്കലും ചിരിക്കലൊക്കെയാണ്. അനുവിനും അൻവിക്കും കാശീനെ ഭയങ്കര ഇഷ്ടമാട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഈ അനുവും ചെറുത് കേട്ടോ കരയും, കാശീനെ കാണണമെന്ന് പറഞ്ഞിട്ടേ കരയും. മേം അതാ അവിടെ ഫോണ് കളിച്ചിരിക്കുന്നുണ്ട്. സദ്യ ഉണ്ടാക്കാനൊന്നും വയ്യാന്നാട്ടോ പറയണത്, നല്ല പണിയല്ലേ സദ്യക്ക്. അപ്പം അമ്മമ്മയ്ക്ക് ഈ മഴ ആയതുകൊണ്ട് ഭയങ്കര കാലുവേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇവർ. ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് ഞാൻ പറയാട്ടാ. അമ്മായി ഇതാ അവിടെ നല്ല വർക്കിലാണ്. പുകയത്ത് നിന്ന് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ഇതാ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ അമ്മമ്മ പായസം അളക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ ഉള്ളിലെ കിച്ചണിക്ക്. എന്നാൽ അതിനിടയ്ക്ക് എൻ്റെ ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിക്കേണ്ടി, ഡ്രസ്സ് ചെയ്താ എവിടുന്ന് അടുത്ത് എന്നൊക്കെ. നല്ല ഇഷ്ടപ്പെട്ടുണ്ടോ തോന്നണോ. ചെക്കനാണെങ്കിൽ അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ, ഇരുന്നാൽ കരയുക. അവനെടുത്തോണ്ട് ഇങ്ങനെ നടക്കണം. അങ്ങനെ എന്നെ നോക്കിയിട്ടും കരയുന്നുണ്ട് ഞാൻ ഇട്ടിട്ട് പോകുന്ന ടൈമിലേ. കുട്ടികളാണെങ്കിൽ ആകെ ഒരു ആൺകുട്ടിയല്ലേ ഉള്ളൂ അവിടെ, ബാക്കി എല്ലാം ഗേൾസാണ്, 8 ഗേൾസാണ്. അപ്പോൾ അങ്ങനെ കാശീനെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അല്ലിക്ക് പിന്നെ എൻ്റെ അമ്മേനെയും അനിയത്തിനെയും കണ്ട വേറെ ആരെയും വേണ്ട കേട്ടോ, ഇന്നെപ്പോലും വേണ്ട. അവരാണ് അവളുടെ എല്ലാ വാശിക്കും നിൽക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ കുട്ടികളെ മാറി മാറി എടുക്കലും എല്ലാവരും അങ്ങനെ ഇരിക്കലും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ അമ്മച്ചനോട് നിങ്ങൾ പോയിട്ട് ഷർട്ട് ഇട്ടിട്ട് വരും, ഇല്ലെങ്കിൽ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ ഷർട്ട് ഇടാതെ കണ്ടാൽ പിന്നെ വീഡിയോ ബാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ആൾ ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾ പുറത്തു കൂടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നാൽ പിന്നെ എല്ലാവരും ഉണ്ടാവും കൊണ്ടേ നമുക്ക് നല്ല രസമായിട്ട് സമയവും പോവും. അതേപോലെ തന്നെ കളിക്കാനും ചിരിക്കാനൊക്കെ ആൾക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ അല്ലേ കാണുള്ളൂ. ഒരാൾ ഇവിടെ മൊബൈലിൽ സ്ക്രീനൊക്കെ നോക്കിയിട്ട് സ്റ്റൈലാക്കലൊക്കെയാണ്. അമ്മ ഇതാ കാശീനെ എടുത്തിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുട്ടികൾ വെയിലത്താണെങ്കിലും കളിക്കുക തന്നെയാണ്. ഇന്നിപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു വെയിൽ കിട്ടിയിരിക്കുകയാണ്. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ ഇത് അപ്പുവാണ് കേട്ടോ, മേമ്മയുടെ 3ാമത്തെ കുട്ടിയാണ്. അവൾക്ക് അപ്പു എന്നുള്ള പേരിട്ടത് ഞാനാണ്. ഞാൻ അമ്മമ്മ അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ചായ വേണമെന്നൊക്കെ ചോദിച്ചു. ഇനി ഉച്ചാവണ സമയമാകുമ്പോൾ ചായയൊന്നും വേണ്ട പറഞ്ഞു. ഞാൻ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഊഞ്ഞാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, അതിലൊക്കെ കളിക്കുകയാണ് അവർ. എല്ലാവരും ഉള്ളപ്പോൾ കുട്ടികൾക്കും തന്നെ വരാനൊന്നും തോന്നില്ല. ഞങ്ങളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുകയും ചെയ്യുള്ളൂ. പിന്നെ ആരും ഉള്ളിലിരിക്കുന്ന പരിപാടിയില്ല കേട്ടോ, എല്ലാവരും സിറ്റ് ഔട്ട് കൂടെയും പുറത്തു കൂടെ തന്നെയാണ്. പിന്നെ അമ്മമ്മയുടെ അടുത്ത് എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്നാൽ കേക്ക് മുറിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടേ അവരോട് ഡ്രസ്സ് അയൺ ചെയ്യുമോ മാറാനൊക്കെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളുടെ വാശികൾ ഓരോന്ന് തീർക്കണം കേട്ടോ. പുറത്തു കൂടെ പോകണം, ചിലർക്ക് റോട്ടിക്ക് പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെയും കൊണ്ടും ഇങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അമ്മമ്മയ്ക്ക് ഓരോരോ ഗിഫ്റ്റൊക്കെ കിട്ടിയത് അമ്മമ്മ അങ്ങനെ കാണിച്ചു തരാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പിറന്നാളിൻ്റെ അന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മേമ എടുത്തു കൊടുത്തതാണ്. പിന്നെ പച്ചസാരിയാണ് കേട്ടോ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനും ചെറിയൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യം അമ്മമ്മേനോട് പറഞ്ഞത് ഞാനൊന്നും വാങ്ങിയിട്ടില്ല അമ്മമ്മ, ഇനി ഓണാകുമ്പോൾ എടുത്തു തരാം എന്തായാലും. ഇപ്പം എൻ്റെ അടുത്ത് ഒന്നുമില്ല, പൈസയൊന്നുമില്ല, ഞാൻ ജോലിക്കൊന്നും പോടില്ലല്ലോ, അപ്പം ഞാനൊന്നും വാങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അമ്മമ്മേനെ പറ്റിച്ചിട്ടുണ്ടോ, അതൊന്നും വേണ്ട, അല്ലെങ്കിൽ ഞാനൊന്നും കൊണ്ടിടാന്നല്ലേ എന്നോട് പറഞ്ഞതെന്നും പറഞ്ഞു എന്നോട്. പിന്നെ അതാ പായസം സേമിയ പായസമാണ്. പിന്നെ അല്ലിക്കുട്ടിയും അമൃതയും പിന്നെ അത് മാമയാണ്. അവരൊക്കെ ഇതങ്ങനെ ഓരോന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടും കളിയാക്കിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും ഓൺ വോയിസ് ആവും കൊണ്ടാണ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾ ആകെ ചിരിച്ച മണ്ണ് അപ്പിയിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കാശിക്കുട്ടൻ ഫോൺ പിടിച്ച് വലിക്കുകയാണേ. അവന് ഫോണിൻ്റെ പൗച്ച് കാണുന്നതേ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് കേട്ടോ കേക്ക് അമ്മ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. അമ്മമ്മയുടെ കയ്യിൽ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് വിളക്കൊക്കെ അമ്മമ്മ തന്നെയാണ് കത്തിക്കുന്നത്. ഞങ്ങളാരും ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ വിളക്ക് കത്തിച്ച് വെച്ചു. പിന്നെ അതേപോലെ തന്നെ കേക്ക് കട്ട് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ആരും ഇല്ല കേട്ടോ, ഞാനും പിന്നെ അതേപോലെ എൻ്റെ അമ്മയും പിന്നെ മേമ വീട്ടുകാരും അമ്മമ്മ വീട്ടുകാരും മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മമ്മയുടെ വീട്ടുകാരെയൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ, ആരെയും വിളിച്ചിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും അടുത്ത വർഷമൊക്കെ എപ്പോഴെങ്കിലും നല്ല രീതിക്ക് എല്ലാവരെയും വിളിച്ചിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിളക്കൊക്കെ കൊളുത്തുമ്പോഴും കുട്ടികൾ 4 പുറം ആകാംക്ഷയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇവർക്ക് കേക്ക് എന്ന് കേൾക്കുന്ന ടൈമിൽ ഭയങ്കര ഒരു എന്താണെന്ന് പറയുക, ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ കേക്ക് കട്ടിങ്. ആര് ബർത്ത്ഡേ ആണെങ്കിലും ഇവിടെ എല്ലാവർക്കും കേക്ക് മുറിക്കണം. അതേപോലെ തന്നെ എന്നോട് അല്ലി എപ്പോഴും പറയും, യൂട്യൂബിലൊക്കെ ഓരോരോ വീഡിയോസ് കാണുന്ന സമയത്ത് അമ്മയ്ക്ക് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചുകൂടെ, അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടേ അമ്മ അത് പഠിക്കാൻ വേണ്ടി പോകുമെന്നൊക്കെ. പിന്നെ അങ്ങനെ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പിടിക്കാൻ 4 പീക്കിരികളും തല്ലായിരുന്നേ. അമ്മ
മരിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട്. ഈശ്വര, വിറ്റങ്ങളുടെയൊക്കെ ഒരു കേക്ക് മുറിക്കുമ്പോഴുള്ള ആ ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ എനിക്ക് മുറിക്കണം, ഞാൻ മുറിക്കാന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരും. അതും അമ്മമ്മയ്ക്ക് കൊടുക്കുമെന്നല്ല, ദേ അല്ലു ഈ വയലറ്റ് കളർ ഡ്രസ്സ് ഉണ്ടോ, ഈ ഒരു ഉടുപ്പിട്ട് അല്ലു എടുത്തിട്ട് വായിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മമ്മയ്ക്ക് കൊടുക്കാൻ ആരും ഇല്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവരെ കാര്യം എനിക്ക് വേണം എന്ന് പറയുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് അതുല്യ പോയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് അമ്മമ്മയ്ക്ക് കൊടുത്തത്. ആര് പോവും എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നേ. എന്നിട്ട് അങ്ങനെ അല്ലിക്കുട്ടി ഇതാ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അവനാൻ്റെ വായുടെ കാര്യമുള്ളൂ കേട്ടോ. ഇത് കാണുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് അവിടെ നിന്നിട്ടേ. അപ്പം അമ്മമ്മയ്ക്ക് കൊടുക്കേണ്ട ബർത്ത്ഡേ ഗേൾ അമ്മമ്മയാണ് എന്നുള്ള ഇതൊന്നുമില്ല, ഇവരെ ബർത്ത്ഡേ ആണെന്നുള്ളൊരു മനസ്സിലിരിപ്പാട്ടോ ഇവർക്ക് എല്ലാവർക്കും. സത്യം പറയുകയാണെങ്കിൽ ഈ കേക്കിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. സ്ട്രോബെറിയാണ് സംഭവം. നമ്മൾ ഈ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കഴിച്ചിട്ടാണ് തോന്നുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ സാരി കൊടുത്തപ്പോൾ അമ്മമ്മ എന്നെ ചീത്ത പറയുന്നുണ്ട്. ഞാൻ കൈക്കൊക്കെ കൊടുത്തു. എന്തിനാണ് അത് മേടിച്ചിട്ട് വന്ന അമ്മൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇടയിൽ കൂടെ ചിരിക്കുന്നുണ്ടേ. നല്ലൊരു യെല്ലോ കളർ മാമ്പഴ കളർ സാരിയായിരുന്നു കേട്ടോ. ഞാൻ ഇനി എപ്പോഴെങ്കിലും അതെടുക്കാം. അങ്ങനെ എല്ലാവരും അവനവൻ്റെ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു. പിന്നെ മേമയാണ് കേട്ടോ, അത് അമ്മയുടെ അനിയത്തിയാണ്. അപ്പം മേമ ഇതാ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, സാരിയാണ്. പിന്നെ അതേപോലെ തന്നെ അമ്മായിയും കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ അമ്മായി ഇതാ സാരി കൊടുക്കുന്നുണ്ട്. അവരിന്നൊക്കെ ഇവർ ആദ്യം എടുത്ത് നോക്കിയിട്ട് ചാടിയിട്ടുണ്ട് പുറത്തേക്ക്. ഇത് അമ്മയാണ്. അമ്മേനെ ചീത്ത അറിയുന്നുണ്ട്. എന്തിനോ അതൊക്കെ മേടിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ചീത്ത അറിയണതേ. ആൾക്ക് നല്ല രണ്ടലമാര കംപ്ലീറ്റ് സാരിയാണെങ്കിൽ സാരി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെ ഭയങ്കര ചീത്ത അറിയെങ്കിലും ആൾക്ക് ഇഷ്ടമാണ് സാരി. പിന്നെ അതാ കേക്ക് ഇങ്ങനെ മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും മാറ്റി ഒരു വെക്കുകയാണേ. അപ്പം അമ്മച്ച അങ്ങോട്ട് തിരിച്ച് വന്നിട്ടൊന്നും കേട്ടോ. നിങ്ങൾ കേക്ക് മുറിക്കുക എന്താ ചായിക്കോ, ഞാൻ ന്യൂസ് കാണാം, TV കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അമ്മച്ച. അപ്പം അമ്മച്ചയ്ക്ക് അമ്മ അവിടെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അതേപോലെ കുട്ടികളൊക്കെ കഴിക്കുന്നൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. പിന്നെ അതേപോലെ എനിക്ക് വേണ്ടത് ഞാനും മുറിച്ച് കളിച്ചു കേട്ടോ. പിന്നെ അത് അർജുനയാണ് ഇതൊക്കെ മുറിക്കണത് കേട്ടോ. അർജുന പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ ബ്ലാക്ക് ഡ്രസ്സ്, ഷോർട്ട് കുർത്തി ആകട്ടെ അർജുന എല്ലാ കാര്യങ്ങൾക്കും അവൾ ഭയങ്കര മുന്നിലായിരിക്കും കേട്ടോ. വീട്ടിലത്തെ പണിയുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും നല്ല ചിട്ടാവട്ടത്തിൽ ചെയ്യാനറിയാം അവൾക്ക്. അപ്പോൾ കേക്ക് കട്ടിങ്ങും അതേപോലെ സദ്യ വിളമ്പാനും ചോറ് വിളമ്പാനും ഇല ഇടാനും അവിടെ വീട്ടിൽ പോയാൽ നമുക്ക് ചായ വെച്ച് തരാനും അങ്ങനെയൊക്കെ കേട്ടോ. ഭയങ്കര ഇതാണേ. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന ആരൊക്കെ സൂം ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഓരോ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. വാഴയില വെട്ടിയിട്ടൊക്കെ കേട്ടോ വിളമ്പൊക്കെ ചെയ്തിരുന്നത്. പാത്രം കഴുകാൻ വയ്യായിരിക്കും, അതുകൊണ്ട് തന്നെ എല്ലാവരും ഇലയിൽ വെട്ടി, അതാകുമ്പോൾ ഒന്നുകൂടെ സിമ്പിളാണല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നല്ല ചൂടുള്ള ചോറും നല്ല ചിക്കൻ കറി പപ്പടമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു. അതിങ്ങനെ പോകുന്നത് റോട്ടിക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുല്യം കൂടെ സ്കൂട്ടിയിൽ അവളുടെ അച്ഛന് ചോറ് കൊടുക്കാൻ വേണ്ടി പോയി. അവളുടെ അച്ഛൻ വന്നിട്ടില്ല. അപ്പോൾ അവർ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, മേമയുടെ വീട്. അമ്മയുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ മേമയുടെ വീട്. അമ്പലത്തിൻ്റെ അവിടെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ അവൾ ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. വഴികളൊക്കെ എന്തിനാന്നാവോ ദേവി ഇതൊക്കെ എടുത്തു വെച്ചിരുന്നത്. അങ്ങനെ നേരെ അമ്പലക്കുളമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാവും എടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് അങ്ങനെ നേരെ അവളുടെ കടയിലെത്തിയിട്ട് അവളുടെ അച്ഛന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവർ വീണ്ടും മുമ്പിൽ ചെറിയൊരു കടയൊക്കെ അവരിട്ടിട്ടുണ്ട്. അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ചോറിൻ്റെ ക്ഷീണത്തിൽ ഓരോരോ ടീലോ ഒക്കെ എടുത്ത് കുടിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളും ഇനി അമ്മായിയുടെ വീടുണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത്. അവർ പുതിയ വീട് വെക്കുകയാണ്, മോളിലേക്ക് എടുക്കുകയാണ്. അപ്പം അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാനും അമൃതയും അർജുനിയാണ് കേട്ടോ ബാക്കിൽ. അമ്മായിയൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അമ്മായിയും വലിയ കുട്ടികളൊക്കെ വേറെ കുട്ടികളൊക്കെ മുമ്പിൽ പോയിട്ടുണ്ട്. ഇത് അമ്മായിയുടെ തറവാടാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ വരുമ്പോൾ. അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞങ്ങൾ അവിടെ നല്ല സൺലൈറ്റ് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. നല്ല ക്ലാരിറ്റി തോന്നി നമുക്ക് സൺലൈറ്റിൽ നമ്മുടെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസ്. അവർ രണ്ടാളും നടന്ന് വീഡിയോ എടുത്ത സ്ഥിതിക്ക് പിന്നെ എനിക്ക് നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനും അങ്ങനെ നടന്നിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. പക്ഷെ നല്ല വെളിച്ചം വന്നപ്പോൾ അങ്ങനെ എടുത്തതാണേ. പിന്നെ തദ്യനെങ്കിൽ ഈ വീടിൻ്റെ ബാക്ക് കൂടെ ആയിട്ടാണ് കേട്ടോ അമ്മായിയുടെ ശരിക്കുള്ള വീട്ടിലേക്ക് പോവുക, സ്വന്തം വീട്ടിലേക്ക്. ഇത് തറവാട് വീടാണ്. അപ്പോൾ മോളൊക്കെ കാണാൻ നല്ല രസമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവരുടെ മുകളിലത്തെ ബാൽക്കണിയുടെ വ്യൂ വരുന്നത്, സിറ്റൗട്ടിൻ്റെ വ്യൂ വരുന്നത് ഇത് ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചിപ്സൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. മാമിയുടെ കുട്ടിയാണ് കേട്ടോ അനു. അപ്പോൾ അതുല്ലിയും അല്ലിയും ഒക്കെ അങ്ങനെ അവരുടെ കൂടെ അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുന്ന ടൈമിൽ അപ്പുറത്തെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായിട്ട് ഒരു മയിൽ ഇങ്ങനെ ഫുൾ പീലി വിടർത്തിയിട്ട് ഇതാ നൃത്തം ചെയ്യുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ നോക്കുമായിരുന്നേ. ഞങ്ങൾക്ക് എവിടുന്നും ഇല്ലാത്തൊരു ക്ലിയർ ഇങ്ങനെ തോന്നുക കേട്ടോ അവിടെ പോയി കഴിഞ്ഞപ്പോഴേ ഫോണിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് പാടത്തു കൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് കയറി പോവാന്ന് പറഞ്ഞിട്ട് ആദ്യം ഞങ്ങളിവിടെ ഒരു പൊട്ടിയൊക്കെ ഉണ്ടേ, അതിൻ്റെ മുകളിൽ പൊട്ടിപ്പാലൊക്കെ ഉണ്ട്. പൊട്ടിപ്പാലത്ത് കൂടെ നടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷെ അപ്പോഴത്തേക്കും ഇവർക്ക് മേമയുടെ കുട്ടികൾക്ക് വീട്ടിലേക്ക് പോകാൻ നേരമായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്നാൽ വീട്ടിൽ പോയിട്ട് അങ്ങനെ പാടത്തു കൂടെ കയറിയിട്ട് നമുക്കിങ്ങനെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാടത്തിൻ്റെ വരമ്പിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡായിട്ടൊരു തോട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാടത്തു കൂടെ അങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് റോട്ടിലേക്ക് എത്തും. റോട്ടിലെത്തിയാൽ പിന്നെ നമുക്ക് ബസ്സൊക്കെ കിട്ടും കേട്ടോ. ബസ് സ്റ്റോപ്പ് അവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ കനാലിക്ക് പണ്ട് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ വീണിട്ടുണ്ട് കേട്ടോ. ഈ പാലത്തുമ്പോൾ നിന്നാണ് താഴത്തേക്ക് വീണത്. അവിടെ വന്നിരിക്കുന്ന ടൈമിൽ അങ്ങനെ താഴത്തേക്ക് വീണത് കേട്ടോ. അതൊക്കെ നമുക്ക് നല്ലൊരു മെമ്മറി ആയിരുന്നു. അതൊക്കെ പറഞ്ഞ് ചിരിക്കായിരുന്നു കേട്ടോ ഇവർ. പിന്നെ ഇതിനിങ്ങനെ ഇതിൽ ഇഷ്ടംപോലെ മീനുകളാണ് കേട്ടോ. നമ്മൾ കാണുന്ന പോലെ ഇല്ല തുരുതുരുന്നനെ മീനുകളാണ്. അപ്പോൾ
പക്ഷെ ആരും പിടിക്കൊന്നുമില്ല കേട്ടോ. നമുക്കൊരു അറപ്പല്ലേ ഇത് ചളി വെള്ളമാണെന്ന് വിചാരിച്ചിട്ട്. ഇത് വാഴയൊക്കെ നനയാൻ വേണ്ടി പോകുന്ന ആ ഒരു വെള്ളമാണ് കേട്ടോ. ആരും ഉപയോഗിക്കൊന്നുമില്ല. പണ്ടൊക്കെ അലക്കിയായിരുന്നു എന്ന് പറയണേക്കാം. ഇപ്പൊന്നും ആരും അലക്കൊന്നുമില്ല കേട്ടോ. ഊട്ടിയും തുടപ്പ് അതേപോലത്തെ അലക്കിയായിരുന്നു. ഇപ്പൊന്നും ആരും അലക്കില്ല. അതും ഈ കനാല് വെള്ളം വരുന്ന ടൈമിലാട്ടോ അലക്കിയിട്ടുണ്ടായിരുന്നതേ. എന്നാൽ പിന്നെ ഈ ചളി ഉണ്ടാവില്ല. ഇത് പിന്നെ മഴവെള്ളം പോലുള്ള വെള്ളമാണ്, കുളത്തുനിന്നൊക്കെ വരുന്ന വെള്ളമാണ്. ഇതിങ്ങനെ വാഴ നനയ്ക്കാനും ചീര നനയ്ക്കാനൊക്കെ അങ്ങനെ പോകാം കേട്ടോ. പിന്നെ അങ്ങനെ നേരെ പൊട്ടിക്കാൻ കേട്ടോ ഈ വെള്ളം പോണത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറേ അധികം ഇങ്ങനെ നടന്നിട്ട് പിന്നെ ഇനി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ. നടക്കുമ്പോൾ പേടിയൊക്കെ ഉണ്ട്. പണ്ട് ഇവിടുന്ന് മലമ്പാമ്പിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പെരുമ്പാമ്പുണ്ടല്ലോ, അത് പൊട്ടിന്ന് വന്നിട്ട് അതിനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഞങ്ങൾ ആ പേടിച്ചിട്ട് വേഗം നമ്മളെ വീട്ടിലേക്ക് പോകാം കേട്ടോ. വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നതാണ് കേട്ടോ ഈ പാലത്തേക്ക്. ആദ്യം നമ്മുടെ അമ്മയുടെ വീട് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ആയിരുന്നു കേട്ടോ. ഈ വീട്ടിൽ ഞങ്ങളൊക്കെ വലുതായിട്ട് ഞാനൊരു +2 പഠിക്കുമ്പോഴാണ് പുതിയ വീട് ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ആയിരുന്നു തറവാട് വീട്. അത് പൊളിച്ച് കളഞ്ഞു കേട്ടോ. ഈ പാടത്തുകൂടെ കയറി കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഉമ്മറാണ്. പണ്ട് വീടിൻ്റെ ഉമ്മറം വന്നിട്ടുണ്ടായിരുന്നത് ഈ പാടത്തേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തായിരുന്നേ. അതാണ് ഇപ്പോൾ ഒന്ന് വെറുതെ വന്നിരുന്നത്. പിന്നെ അങ്ങനെ അവിടുത്തെ വീട് ഇപ്പോൾ പൊളിച്ചു. തൊട്ട് ബാക്കിലാണ് ഇപ്പോൾ പുതിയ വീട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഗേറ്റും ഇപ്പുറത്തെ സൈഡായിട്ട് കുറേ പൂച്ചെടികളും ഇത് വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് പാടത്തുകൂടെ നടന്ന് വേണം വീട്ടിലേക്ക് എത്തും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചു. ചായ അമ്മമ്മ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ബായ്.